സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. സമാധാന യോഗങ്ങൾ നടക്കുന്നതിനിടെ പറവണ്ണയിൽ വീണ്ടും സംഘർഷം. മുസ്ലിം ലീഗ് പ്രവർത്തകരായ 3 പേർക്ക് വെട്ടേറ്റു. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ കുറച്ചു നാളുകളായി പറവണ്ണ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാപക അക്രമങ്ങളെ തുടർന്നാണ് സമാധാന യോഗങ്ങൾ നടന്നുവരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2 ഇടങ്ങളിലായി 3 പേർക്ക് വെട്ടേറ്റത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരായ പുത്തങ്ങാടി സ്വദേശി ജംഷീർ, വേളാപുരം സ്വദേശി സൽമാൻ, ഉണ്ണിയാൽ സ്വദേശി ആഷിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുത്തങ്ങാടിയിൽ വെച്ചാണ് ജംഷീറിന് വെട്ടേറ്റത്. ജനതാ ബസാർ സമീപത്ത് വെച്ചാണ് മറ്റ് 2 പേർക്കും വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജംഷീർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഘമായി വന്നാണ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. എന്നാൽ സമാധാനാന്തരീക്ഷം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇല്ലെന്നുമാണ് പോലീസ് നിഗമനം. ഇന്നലത്തെ സംഭവത്തിൽ 2 വ്യത്യസ്ത പ്രദേശം, അതായത് താനൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും തിരൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിട്ട് 2 സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു കാറിൽ വന്ന അക്രമി സംഘമാണ് അത് ഈ 2 ഭാഗത്തും ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും യുവാക്കൾ തമ്മിലുള്ള ക്ലബ്ബുകൾ അങ്ങനെയുള്ള തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അതിലുണ്ടെന്നാണ് ഇതുവരെയുള്ള പോലീസിൻ്റെ നിഗമനം. രാഷ്ട്രീയത്തിന് അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യക്തികളും ക്ലബ്ബുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ സംഘർഷമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. കഞ്ചാവ് പോലുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ അങ്ങനെയുള്ള ലോബികൾ ശ്രമിക്കാറുണ്ട്. അതേപോലെയുള്ള യുവാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ക്ലബ്ബുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതേപോലെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ പറവണ്ണ മേഖലയിലും ഉണ്ണിയാലും മേഖലയിലും നിലനിൽക്കുന്നുള്ളൂ. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സാധ്യതകളും അവിടെ വളരെ കുറവാണ്. ഇപ്പോഴത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനും അതിൻ്റെ ഇതിൽ വേറെ അവരുടേതായ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഒരു ഗ്രൂപ്പാണ് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ട് പോലീസ് നടപടി ഉണ്ടാവുമെന്ന് ആണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. ഐഫോൺ വിൽക്കാനുണ്ടെന്ന് OLXൽ പരസ്യം ചെയ്ത് തട്ടിപ്പ്. താമരശ്ശേരി പരപ്പൻപോയിലിൽ താമസിക്കുന്ന അസം സ്വദേശിക്കാണ് പണം നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ ആർമിയിലാണെന്നും കോഴിക്കോട് എയർപോർട്ടിലാണ് ജോലിയെന്നും വിശ്വസിപ്പിച്ച് ATM കാർഡിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘം കരസ്ഥമാക്കി. ഉപയോഗിച്ച വസ്തുക്കളുടെ മാർക്കറ്റിംഗിനായുള്ള സോഷ്യൽ ആപ്ലിക്കേഷനായ OLX വഴിയാണ് തട്ടിപ്പ് നടത്തുന്നത്. 4500 രൂപയ്ക്ക് iPhone 5 വിൽക്കാനുണ്ടെന്ന പരസ്യം കണ്ട് പ്രതികരിച്ച ആസാം സ്വദേശിയായ ഐജുൽ ഖാന് നഷ്ടപ്പെട്ടത് 8000 രൂപയാണ്. രാജസ്ഥാൻ നമ്പറാണ് പരസ്യത്തോടൊപ്പം നൽകിയിരുന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ CISF ജവാനാണെന്നും പേര് രത്തൻ സിംഗ് ആണെന്നും പരിചയപ്പെടുത്തിയ ആൾ ഫോൺ 4000 രൂപയ്ക്ക് നൽകാമെന്ന് സമ്മതിച്ചു. തുടർന്ന് യൂണിഫോമിലുള്ള CISF ഉദ്യോഗസ്ഥന്റെ ഫോട്ടോകളും തിരിച്ചറിയൽ കാർഡും ആധാറും വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തു. 4000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ 2 മണിക്കൂറിനകം ഫോൺ ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചത്. പണം നിക്ഷേപിച്ച ശേഷം കമ്പനിയുടെ ആളാണെന്ന് പരിചയപ്പെടുത്തി മറ്റൊരാൾ വിളിക്കുകയും മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്യാൻ 5100 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. पैसा नहीं किया तो 2 महीना 10 दिन के लिए पार्सल को पेंडिंग में पटक देगा, मोबाइल भी नहीं मिलेगा, पैसा भी नहीं मिलेगा. आप थोड़ा जल्दी कीजिए और पार्सल लीजिए अपना. പണം നൽകിയില്ലെങ്കിലും ആദ്യം നൽകിയ 4000 നഷ്ടപ്പെടുമെന്ന ഭീഷണിക്ക് വഴങ്ങിയ ഐജുൽ ഖാൻ 4000 രൂപ കൂടി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. വീണ്ടും 2000 രൂപ ആവശ്യപ്പെട്ട് മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചതോടെയാണ് കബളിപ്പിക്കപ്പെട്ടതായി ഐജുൽ ഖാന് മനസ്സിലായത്. उसका अकाउंट नंबर में पैसा ट्रांसफर किया. करने का बाद वो बोला 2 घंटा में आर्मी कैंप से मेरे को वो पार्सल मिल जाएगा. बाद में फिर जाके उधर से दूसरा आदमी एक हमको फ़ोन किया. फ़ोन करके बोलता है कि आपको इसको इंश्योरेंस करना पड़ेगा क्योंकि ये इंडियन आर्मी का कैंप है एयरपोर्ट में. तो इंश्योरेंस करने का बाद आपको ये फ़ोन
मिल जाएगा, लेकिन इसके लिए 5100 रुपया चाहिए। तो तब मैंने कहा भैया मेरा पास तो इतना पैसा नहीं है, मेरा पास पैसा नहीं है। बोलता है ये अगर नहीं देगा तुमको तो फ़ोन भी नहीं मिलेगा, 2 महीने के लिए इसको यह ही रख देगा। तो मैंने फिर जाके धार करके मैं दूसरा आदमी से पैसा लेके मैं उसको 4000 रुपये और डाला। वो बोला 4000 रुपये डालने से हो जाएगा। 2000 करके फिर 2000 करके 4000 डाला। टोटल 8000 रुपया मैंने उसका अकाउंट में दिया। देने का बाद वो बोल रहा था कि तुमको 5100 रुपया तुम्हारा अकाउंट में जमा हो जाएगा। ഇതിനിടെ ഐജുൽ ഖാന്റെ ATM കാർഡിന്റെ ഇരുവശങ്ങളും ഫോട്ടോ എടുത്തയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അയച്ചതോടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാനും ശ്രമം നടന്നു. പലപ്പോഴായി ഐജുൽ ഖാന്റെ ഫോണിലേക്ക് OTP നമ്പറുകൾ വന്നിരുന്നു. ഇതാവശ്യപ്പെട്ട് സംഘം വിളിച്ചെങ്കിലും നൽകിയില്ല. പിന്നീട് ഇന്ത്യൻ ആർമിയാണെന്നും പണം നൽകിയില്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തി. യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകളും വാട്സാപ്പിൽ അയച്ചു. ഇവരുടെ വാട്സാപ്പ് പ്രൊഫൈലുകളും ആർമി ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയാണ്. തട്ടിപ്പ് സംബന്ധിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയതായും ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട പോലീസിനെയും അസഭ്യം പറഞ്ഞതായും ഐജുൽ ഖാൻ പറയുന്നു. രാജസ്ഥാൻ സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സംശയം. കൂടുതൽ പേർ ഇവരുടെ തട്ടിപ്പിനിരയായതായും സൂചനയുണ്ട്. താമരശ്ശേരിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള ഓട്ടോറിക്ഷയും കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള ബൈക്കുമാണ് ദിവസങ്ങളായി താമരശ്ശേരി ടൗണിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് പ്രദേശത്താണ് KL10 AB 4166 നമ്പർ ഓട്ടോറിക്ഷ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 1 മാസത്തോളമായി ഓട്ടോറിക്ഷ ഇവിടെയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പോലീസ് സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിന് പിൻവശത്തായാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത്. മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത ഓട്ടോറിക്ഷ പിന്നീട് ബഷീർ എന്നയാളുടെ പേരിൽ കൊയിലാണ്ടിയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റിയതായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകളിൽ പറയുന്നു. 2015 ജനുവരിക്ക് ശേഷം ടാക്സ് അടച്ചിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. പോലീസ് സ്റ്റേഷൻ എതിർവശത്ത് സ്വകാര്യ ലോഡ്ജിന് മുന്നിൽ നടപ്പാതയിൽ നിർത്തിയിട്ട ബൈക്ക് സുനിൽകുമാറിന്റെ പേരിൽ കൊടുവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തത്. 2017 മാർച്ചിന് ശേഷം ഇതിന്റെയും ടാക്സ് അടച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ മുതൽ ബൈക്ക് നടപ്പാതയിൽ കാണുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. വാഹനങ്ങൾ സംബന്ധിച്ച് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പണിമുടക്ക് ദിവസം SBI ശാഖ അടിച്ചു തകർത്ത കേസിൽ 2 NGO യൂണിയൻ നേതാക്കൾ അറസ്റ്റിൽ. ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൗണ്ടന്റ് അശോകൻ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ അറ്റൻഡർ ഹരിലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിൽ ഹർത്താൽ അനുകൂലികൾ അക്രമം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ട്രഷറി ബ്രാഞ്ചിൽ പണിമുടക്ക് അനുകൂലികളുടെ അക്രമം. ബാങ്ക് അധികൃതരുടെ മൊഴിയിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസെടുത്തതോടെ NGO യൂണിയൻ നേതാക്കളായ അശോകനും ഹരിലാലും കീഴടങ്ങി. ബാങ്ക് മാനേജർ സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. പോലീസ് മൊഴിയെടുത്തു. ഞാൻ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ കൺട്രോളറിനെയും DGMനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ അവർ അവിടുന്ന് സ്വീകരിച്ചോളും. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ബാങ്കിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കി. 15 പേർക്കെതിരെയാണ് കേസെങ്കിലും CCTV ദൃശ്യങ്ങളിലുള്ളത് 9 പേരാണ്. അറസ്റ്റിലായവർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. ശാസ്തമംഗലത്തെ സ്വകാര്യ ബാങ്കിലും ഇന്നലെയാണ് ഹർത്താൽ അനുകൂലികൾ അക്രമം നടത്തിയത്. നിർബന്ധിച്ച് ബാങ്ക് അടപ്പിച്ച സമരക്കാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. സ്ത്രീകൾക്കെതിരായ വിവാദ പരാമർശത്തിൽ നടൻ കൊല്ലം തുളസിക്ക് മുൻകൂർ ജാമ്യമില്ല. സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പ്രസംഗമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇവിടുത്തെ അമ്മമാരൊക്കെ ശബരിമലയിൽ പോകണം. എന്തിനാണെന്നറിയോ? ചില ലവളുമാര് വരും, ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ട അവർ 2 വലിച്ച് കീറണം.
ഒന്നിന് ഡൽഹിയിലേക്കും ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഇട്ടു കൊടുക്കണം. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 12 ചവറയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം. പരാമർശം ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പ്രസംഗം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഉടൻ ഹാജരാകാൻ കോടതി കൊല്ലം തുളസിക്ക് നിർദ്ദേശം നൽകി. നേരത്തെ പരാമർശം വിവാദമായതോടെ കൊല്ലം തുളസി മാപ്പ് പറഞ്ഞിരുന്നു. ആവേശത്തിൽ പറഞ്ഞുപോയതാണെന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചതെന്നുമായിരുന്നു വിശദീകരണം. DYFI ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ചവറ പോലീസ് കേസെടുത്തത്. ISRO ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഫൗസിയ ഹസൻ. നമ്പി നാരായണന് നൽകിയതുപോലുള്ള നഷ്ടപരിഹാരം ലഭിക്കണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇരയാക്കപ്പെടുകയായിരുന്നുവെന്നും ഫൗസിയ പറഞ്ഞു. വിവാദമായ ISRO ചാരക്കേസിൽ മറിയം റഷീദയ്ക്കൊപ്പം ചാരവനിതയായി ചിത്രീകരിക്കപ്പെട്ടയാളാണ് ഫൗസിയ. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ നമ്പിനാരായണന് ലഭിച്ചതുപോലെ തനിക്കും നഷ്ടപരിഹാരം വേണമെന്നാണ് ഫൗസിയയുടെ ആവശ്യം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അഭിഭാഷകനായ പ്രസാദ് ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. Lawyer Prasad Gandhi, before also he came and helped us, and I will do through him. ചാരക്കേസ് മൂലം കുടുംബം വലിയ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. Everything finished, my daughter's education finished, and she couldn't pass also. I think Kerala government should give me something. ചോദ്യം ചെയ്യലിനിടെ കൊടിയ പീഡനം അനുഭവിച്ചു. നമ്പിനാരായണനുമായി മുൻപരിചയമില്ല. CBI കസ്റ്റഡിയിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. Nambinarayan, I don't know. I have never met him. Only I saw him in CBI custody. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇരയാക്കപ്പെടുകയായിരുന്നെന്നും ആരൊക്കെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് അറിയില്ലെന്നും ഫൗസിയ പറഞ്ഞു. That time I don't know their names. But now? Now also I don't know because they are not identifying their names. ഇന്ന് റിലീസായ രജനീകാന്ത് ചിത്രം പേട്ട ഇന്റർനെറ്റിൽ തമിഴ് റോക്കേഴ്സ് സൈറ്റിലാണ് ചിത്രം അപ്ലോഡ് ചെയ്തത്. തിയേറ്ററുകളിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് പേട്ട ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തിയേറ്ററിൽ നിന്ന് ചിത്രീകരിച്ച HD പ്രിന്റ് തമിഴ് റോക്കേഴ്സ് അപ്ലോഡ് ചെയ്തത്. അടുത്ത കാലത്തായി ഇറങ്ങിയ തമിഴ് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളെല്ലാം തമിഴ് റോക്കേഴ്സ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു. சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறேன். തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് കാർത്തിക് സുബ്രാജ് ചിത്രത്തിന്. വിജയ് സേതുപതി, സിമ്രാൻ, തൃഷ, നവാസുദ്ദീൻ സിദ്ദിഖി തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിലുള്ളത്. எவனுக்காவது பொண்டாட்டி குழந்தை குட்டின்னு சென்டிமெண்ட் கிண்டிமிட்டு இருந்தா அப்படியே ஓடி போயிடு. கொலை காட்ல இருக்கேன், அவனை கொல்லாம விட மாட்டேன். വൈപ്പിൻ തുറമുഖത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കേടായ മത്സ്യങ്ങൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന ബോട്ടുകളിൽ നിന്നാണ് മത്സ്യം പിടികൂടിയത്. ചില ബോട്ടുകളിലെ മീൻ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാകുന്നെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈപ്പിനിലെത്തിയ ബോട്ടുകളിൽ ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച 45% മത്സ്യങ്ങളും കേടായവയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ശീതീകരണ സംവിധാനം പ്രവർത്തനക്ഷമമല്ലാത്തതാണ് കാരണം. ഇത്തരം മത്സ്യങ്ങളുടെ ഉപയോഗമാണ് ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കുന്നത്. ബെല്ലി ബേസ്റ്റിംഗ് പോലുള്ള ഐസിങ് ഇല്ലാത്ത കാരണത്തിലുള്ള കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അത്രയും സിവിയർ ആയിട്ട് പറയത്തക്കില്ല. അപ്പം അതുകൊണ്ട് ഇനി ഇത് ഉണ്ടാവരുത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ആദ്യമായിട്ടൊരു താക്കീത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ബോട്ടുകളിലെ മത്സ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ അന്യസംസ്ഥാന ബോട്ടുകളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇവര് ഐസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഐസ് നമ്മുടെ നാടൻ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ 4-1 ഐസാണ് ഇവർ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവർ മാസങ്ങളെത്തി കയറുന്നതുകൊണ്ട് ഇവർക്ക് സംഭവിക്കുന്നത് ഈ മീൻ കേടായി പോകുന്നു എന്നുള്ളതാണ്. ആഴ്ചകളോളം കടലിൽ കഴിഞ്ഞ ശേഷമാണ് ബോട്ടുകൾ തീരത്തേക്ക് എത്തുന്നത്. ഈ കാലയളവിൽ ശുദ്ധീകരണ സംവിധാനം മികവുറ്റതല്ലെങ്കിൽ മീൻ കേടാകുമെന്നാണ് മത്സ്യവകുപ്പിന്റെ വിശദീകരണം. ബീഹാറിലെ ഗയയിൽ 16-കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് തലയറുത്ത നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ ഒരാഴ്ചയ്ക്ക് ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടിരുന്നു. പെൺകുട്ടി ബലാത്സംഗത്തിനിരയായതായി ബന്ധുക്കൾ ആരോപിച്ചു. ഡിസംബർ 28-ന് വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ മൃതശരീരം വീടിനു സമീപത്ത് നിന്ന് അഴുകിയ നിലയിൽ കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. പെൺകുട്ടിയെ കാണാതായപ്പോൾ തന്നെ പരാതി നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു. പോലീസുകാരുടെ അലംഭാവമാണ് പെൺകുട്ടിയെ ഈ നിലയിൽ കണ്ടെത്താൻ കാരണമെന്നാരോപിച്ച് ജനങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. എന്നാൽ പെൺകുട്ടിയെ കാണാതായി 4 ദിവസത്തിന് ശേഷമാണ് പരാതി ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ ഡിസംബർ 31-ന് പെൺകുട്ടി തിരിച്ചു വീട്ടിലെത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മയും സഹോദരിമാരും മൊഴി നൽകിയിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. അന്ന് രാത്രി ഒരു പരിചയക്കാരനൊപ്പം പെൺകുട്ടിയെ അച്ഛൻ പറഞ്ഞയക്കുകയായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. പെൺകുട്ടിയുടെ കൊലപാതകം ദുരഭിമാന കൊലയാണെന്നാണ് പ്രാഥമിക അന്വേഷണം തെളിഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നു. പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ ഫോൺ റെക്കോർഡുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ശഹറിൽ ആൾക്കൂട്ട ആക്രമണം നിയന്ത്രിക്കുന്നതിനിടെ SI വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്നയാൾ അറസ്റ്റിൽ. യുവമോർച്ച നേതാവായ ശിഖർ അഗർവാളാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഹാപ്പൂറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ബുലന്ദ്ശഹർ പോലീസ് വ്യക്തമാക്കി. പശുക്കളുടെ ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡിസംബർ 3-ന് ബുലന്ദ്ശഹർ ജില്ലയിലെ സിയാനയിൽ ആൾക്കൂട്ട ആക്രമണമുണ്ടായത്. ഇത് നിയന്ത്രിക്കുന്നതിനിടെയാണ് SI സുബോധ് കുമാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പ്രദേശവാസിയായ 21-കാരൻ സുമിത് കുമാറിനും സംഘർഷത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. സംഭവത്തിൽ 27 പേർക്കെതിരെയാണ് സിയാന പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ബജ്രംഗൾ നേതാവും കേസിലെ മറ്റൊരു മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായ യോഗേഷ് രാജിനെ ജനുവരി 3-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ഗോമാംസം കൈവശം വെച്ചുവെന്നാരോപിച്ച് അഖ്ലാഖ് എന്നയാളെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ് ആദ്യം അന്വേഷിച്ചത് സുബോധ് കുമാർ ആയിരുന്നു.